പഴുത്ത പ്ലാവിൽ വീഴുമ്പോൾ പച്ചപ്ലാവിൽ ചിരിക്കുന്നു പറയില്ല. ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഈ ടി സുധാകരനേക്കാളും ത്യാഗസമ്പന്നരായി എത്രയോ നേതാക്കന്മാർ ആലപ്പുഴയിൽ ഇതുപോലെ ഒന്നുമല്ലാതെ കറിവേപ്പില പോലെ ഉപേക്ഷിക്കപ്പെട്ടു. ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതവും അന്ത്യവും നമ്മുടെ മനസ്സിലുണ്ട്. അതെ അതെ അതെ. അച്യുതാനന്ദൻ്റെ നമ്മുടെ മനസ്സിലുണ്ട്. അതിനു മുമ്പ് കെ വി പത്രോസിനെ പോലെ സ്റ്റാലിൻ പത്രോസ് എന്ന് പറഞ്ഞ വലിയ നേതാവുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പോയത്, അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നു, ഇതൊക്കെ വലിയ സംഭവമാണ്. ആർ സുഗതൻ, അദ്ദേഹത്തോളം ത്യാഗധരനായ ഏത് കമ്മ്യൂണിസ്റ്റുകാരനെ രാജ്യത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പത്രോസിൽ ആരംഭിച്ച് സുഗതൻ സാറിൽ കൂടി വളർന്ന് ഗൗരിയമ്മയിലും അച്യുതാനന്ദനിലും എത്തിച്ചേർന്ന ഒരു പൈതൃകം ആലപ്പുഴ പാർട്ടിക്കുണ്ട്. അതിലെ ഒരു അവസാനത്തെ, അല്ലെങ്കിൽ ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഇരയാണ്, ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ജി സുധാകരൻ. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു, 2 തവണ മന്ത്രിയായിരുന്നു, 2 തവണയും സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റം പറയാൻ പറ്റില്ല.